തുല്യം ഈ ജീവിതം ഉലകിൽ പൂവെന്ന പോലെ ഇത് പോകുന്നതാണ്. സ്തോത്രം. രാവിലെ ഉണ്ടായി വൈകിട്ട് അരിഞ്ഞു വാടിപ്പോകുന്ന വെറും പുഷ്പത്തിനും പൂവിനും തുല്യമാണ് നാം ഇരിക്കുന്ന എല്ലാവരും. എന്നാൽ നമ്മെ ഓർക്കുവാൻ ദൈവത്തിന് പ്രസാദം തോന്നിയതോർത്ത് എന്ന് പകൽക്കാലം നിങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മെ സംരക്ഷിച്ച് കർത്താവ് നടത്തുന്നത് നാം മറ്റുള്ളവരെക്കാൾ നല്ലവരായിട്ടല്ല, ദൈവത്തിൻ്റെ വെറും ദയ നമ്മുടെ മേലുണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ഒരുപക്ഷെങ്കിൽ നാം ഒരുങ്ങിയിട്ടില്ലായിരിക്കാം കർത്താവിൻ്റെ അടുക്കൽ പോകുവാൻ. അതുകൊണ്ട് നമ്മളെ ദൈവം ശേഷിപ്പിച്ചതാണ്. ഒരുപക്ഷെങ്കിൽ കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ ചെയ്തു തീർപ്പാൻ ഒരവസരം കൂടെ നൽകിയതാണ് എന്ന് മാത്രം ചിന്തിച്ചുകൊണ്ട് എളിമയോടെ താഴ്മയോടെ ദൈവസന്നിധിയിലായിരിക്കാനായി ദൈവം നമുക്ക് ഇടയാക്കുമാറാകട്ടെ. ആസാഫ് ദൈവാലയത്തിൽ കടന്നു വന്ന ദൈവജനത്തിനു വേണ്ടി ആരാധനയ്ക്കായി ഒരു പാട്ട് എഴുതുവാൻ ആഗ്രഹിച്ചു എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. അനേക പാട്ടുകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഏറ്റവും ദൈവമേ എല്ലാവർക്കും അനുഗ്രഹവും എല്ലാവർക്കും ആശ്വാസവും എല്ലാവരെയും ഉത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പാട്ട് എനിക്ക് എഴുതുവാൻ ആഗ്രഹമുണ്ട്. അങ്ങനെയാണല്ലോ നമുക്കെയും ആഗ്രഹിക്കുകയും പ്രസംഗിക്കുകയും പ്രാർത്ഥിക്കുകയും നാം പാട്ട് പാടുവാൻ പാട്ട് എഴുതുന്നവർ അങ്ങനെയൊക്കെയാണല്ലോ ചെയ്യുന്നത്. അത് തന്നെയാണ് താനും ആഗ്രഹിച്ചതെന്ന് നിശ്ചയമായും ഞാൻ ചിന്തിക്കുകയാണ്. എന്നാൽ എന്നെ വളരെ ചിന്തിപ്പിച്ച ഒരു കാര്യം, പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിലുള്ള ചിന്തകളുമായി ബന്ധപ്പെട്ട് 4 വാക്യങ്ങൾ താൻ എഴുതി അവസാനിപ്പിച്ചു എന്ന് ഞാൻ കരുതുന്നു. അപ്പോഴേക്ക് ദൈവം ആ ബാക്കിയുള്ള ഭാഗത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്തു. ഹല്ലേലൂയ. ബാക്കി മുഴുവൻ നിങ്ങൾ നോക്കിയാൽ അറിയാം, ബാക്കി മുഴുവൻ ദൈവമാണ് സംസാരിക്കുന്നത്. താൻ ദൈവം ആരാണെന്ന് അവൻ എഴുതി ആരംഭിച്ച ആ പാട്ടിൻ്റെ 5-ാം വാക്യം മുതൽ ദൈവം തന്നെ തൻ്റെ ജനത്തോട് സംവാദിക്കുന്ന ഒരു വേദഭാഗമാണ് നാം ഇവിടെ വായിച്ച് കേട്ടത്. സ്തോത്രം. ഹല്ലേലൂയ. ആദ്യം താൻ പറഞ്ഞു ദൈവം വിളിക്കുന്നു. സ്തോത്രം. ദൈവം വിളിച്ചാൽ കേൾക്കുവാൻ ബാധ്യസ്ഥരാണ് ലോകത്തുള്ള എല്ലാ ജനവും. എന്നാൽ അങ്ങനെ നടക്കുന്നില്ല. കഴിഞ്ഞ ചില വർഷങ്ങൾ, ചില ദീർഘമായ വർഷങ്ങൾ, ചിലർക്ക് പല സന്ദർഭങ്ങളിലായി കർത്താവിൻ്റെ വിളി കേട്ട് ദൈവിക സത്യത്തിലേക്ക് ഇറങ്ങി വന്ന ദൈവജനമാണ് ഇവിടെ ഇരിക്കുന്നതെന്ന് എനിക്കറിയാം. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വിളി കേട്ട് നാം കർത്താവിൻ്റെ അടുക്കൽ കടന്നു വന്നവരാണ്. ദൈവത്തിൻ്റെ അരുളപ്പാട് കേട്ടുകൊണ്ട് ക്രിസ്തീയ ജീവിതം ചെയ്യുന്നവരാണ് നാം എല്ലാവരും. ഹല്ലേലൂയ. ദൈവം ആരാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് യാത്ര ചെയ്യുവാൻ താല്പര്യപ്പെടുന്നവരാണ് നാം എല്ലാവരും. സ്തോത്രം. അതുകൊണ്ട് അങ്ങനെ ഒരു വിളിയാണ് ഇന്ന് നമ്മെ ഇവിടെ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. ആ വിളിയുടെ തുടർമാനമായി ഉള്ള അരുളപ്പാടുകളാണ് ദൈവസന്നിധിയിൽ നമ്മെ ക്രിസ്തീയ ജീവിതത്തിൽ നടത്തുന്നത്. എന്നാൽ അവസാനം കർത്താവ് പ്രകാരം പറയും എങ്ങനെയാണ്? മർത്യപുത്രന്മാരെ മടങ്ങി വരുവീൻ. ഹല്ലേലൂയ. ആ വിളിയെ നാം കേൾക്കാൻ ബാധ്യസ്ഥരാണ്. നാം ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും, ഈ കഴിഞ്ഞ ദിവസം എനിക്കതാണ് മനസ്സിലായത്, നാം താല്പര്യപ്പെട്ടാലും ഇല്ലെങ്കിലും ഒരു സമയത്ത് ആ വിളിയും കേൾപ്പാൻ നാം ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് ദൈവവിളി കേട്ട ദൈവജനം ആ വിളിയൂടെ കേൾക്കുവാനുള്ള ഒരുക്കത്തോടെ ദിവസം തോറും ജീവിപ്പാൻ ബാധ്യതയുണ്ടെന്നുള്ളതാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോട് ഈ സംഘത്തിൽ കൂടി പിന്നെയും ഈ പ്രത്യേകമായ സാഹചര്യത്തിൽ പറയുവാൻ തക്കണമിടയായിത്തീർന്നത്. അങ്ങനെയുള്ള വിളിക്ക് വേണ്ടി ഒരുക്കമുള്ളവരാണോ ദൈവജനം? അവരെല്ലാം കർത്താവിന്റെ സന്നിധിയിൽ ഒരു സ്തോത്രം ചെയ്താട്ട് ഭയം കൂടാതെ, എന്റെ ദൈവം എന്നെ എപ്പോൾ വിളിച്ചാലും സന്തോഷത്തോടെ നിത്യത ചെല്ലുവാൻ ഞാൻ ഒരുക്കമുള്ളവനായി ജീവിക്കുന്നു എന്ന് പറയുവാനുള്ള ഒരുക്കമാണ് ദൈവജനത്തെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതിൽ കുറഞ്ഞതൊന്നും കൊണ്ടും തൃപ്തിപ്പെടുവാൻ നമുക്കിടയാകരുത്. ഞാൻ എന്നോടാണ് പറയുന്നത്. ദൈവം അരുളി ചെയ്തു. സ്തോത്രം. സൂര്യന്റെ ഉദയം മുതൽ അസ്തമനം വരെ ഭൂമിയെ വിളിക്കുന്നു. സൗന്ദര്യത്തിന്റെ പൂർണ്ണതയായ സിയോനിൽ നിന്ന് ദൈവം പ്രകാശിക്കുന്നു. അവിടെ സൗന്ദര്യം എന്ന് പറയുന്നത് പെർഫെക്റ്റ്നെസ് ഓഫ് ദ ബ്യൂട്ടി എന്ന് പറയാം. ഒരു വീട്ടിൽ കുറെ പൂക്കൾ കൊണ്ടുവന്ന് പിള്ളേർ വാരി എല്ലാം കൂടെ വിതറി ഇട്ടിട്ട്, കണ്ടോ എത്ര ഭംഗിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയും അപ്പനും വന്ന് എടാ അവിടെ നശിപ്പിക്കാതെ എന്ന് പറഞ്ഞ് അതെല്ലാം എടുത്ത് ഓരോ സ്ഥാനങ്ങളിൽ കൊണ്ട് വ്യക്തമായി വെക്കും. ഇവിടാണ് ഇതിരിക്കേണ്ടത്. അപ്പോൾ മനോഹരമായ വസ്തുക്കളാണെങ്കിലും വാരി വിതറി ഇട്ട് കഴിഞ്ഞാൽ അതിന് സൗന്ദര്യമൊന്നും പറയാറില്ല. എന്തുകൊണ്ടാണ് സിയോൻ സൗന്ദര്യമുള്ളതാന്ന് പറയാൻ കാര്യം? സകലത്തെയും നിയന്ത്രിച്ച് അതിന്റെ ഓർഡറിൽ നടത്തി ഒന്നിനും കുഴപ്പമില്ലാതെ ദിവസം തോറും അതിനെ നിയന്ത്രിക്കുന്ന ഒരു ദൈവമായതുകൊണ്ടാണ് സൗന്ദര്യം എന്ന് പറയാൻ കാരണം. ദൈവം ഇതിലെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതം താറുമാറാകേണ്ട സന്ദർഭങ്ങളിൽ, ഹല്ലേലൂയ, തകർന്നു പോകേണ്ട സന്ദർഭങ്ങളിൽ ഓരോ സ്ഥാനത്തും എനിക്കും നിങ്ങളുടെ അനുഭവങ്ങളെ നിരത്തി വെച്ച് ദൈവം നമ്മെ നിയന്ത്രിച്ച് നടത്തിച്ചുകൊണ്ടാണ് നാം ഇന്ന് ദൈവസ്ഥലിൽ സന്തോഷത്തോടെ ദൈവത്തെ ആരാധിക്കാൻ അവസരം ലഭിച്ചത് എന്ന് ഓർക്കുമ്പോൾ എന്റെ ജീവിതത്തിൽ സൗന്ദര്യം വെച്ച ദൈവത്തെ, എന്റെ ജീവിതത്തിൽ ഓർഡർ വെച്ച ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു എന്ന് പറഞ്ഞ് അവനെ ആരാധിക്കാനുള്ള ബാധ്യത ദൈവസ്ഥലിൽ നമുക്കുണ്ട്. ഹല്ലേലൂയ. സൗന്ദര്യത്തിന്റെ പൂർണ്ണത
ദൈവസന്നിധിയിൽ നിന്നാണ് വരുന്നത് എന്ന് നാം മനസ്സിലാക്കുന്നുണ്ട്. സ്തോത്രം. ദൈവം വരുന്നു, മൗനമായിരിക്കില്ല. ഇതെല്ലാം പറഞ്ഞിട്ട് അവിടെ പറയുകയാണ്, 5-ാം വാക്യം മുതൽ ദൈവം തന്നെ സംസാരിക്കുന്നു. യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്ത എന്റെ വിശുദ്ധന്മാരെ എന്റെ അടുക്കൽ കൂട്ടുവിൻ. ഈ സങ്കീർത്തനത്തിന് ഒരു തലക്കെട്ടിടുവാൻ ഞാൻ ആഗ്രഹിച്ചപ്പോൾ ഞാൻ ഇപ്രകാരം ചിന്തിച്ചു, യഹോവയുടെ യാഗവും അവനതിൽ പ്രതീക്ഷിക്കുന്ന കാര്യവും. സ്തോത്രം. ഒന്നുകൂടെ ഞാൻ പറയാം, യഹോവയുടെ യാഗവും അവനതിൽ പ്രതീക്ഷിക്കുന്ന കാര്യവും. ഇന്ന് പകൽക്കാലം ദൈവത്തെ ആരാധിപ്പാൻ ദൈവജനം കടന്നു വന്നിരിക്കുമ്പോൾ ഞായറാഴ്ചയുള്ള വേറൊരു ആരാധനയായി ഇത് ചുരുക്കുവാനിടയാകരുത്. ദൈവത്തിന് യാഗം കഴിപ്പാനാണ് നാം വന്നെങ്കിൽ ദൈവം പ്രതീക്ഷിക്കുന്ന എന്താണെന്ന് ചോദിച്ചുകൊണ്ട് മടങ്ങിപ്പോകുവാനുള്ള ഉത്തരവാദിത്തം നമുക്കുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞു പോയത്. അതാണ് ഇവിടെ പറയുന്നത്. ദൈവത്തിന്റെ യാഗത്തിൽ ദൈവം എന്താണ് പ്രതീക്ഷിക്കുന്നത്? ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ആസാഫിന് ചോയ്സ് ഉണ്ടായിരുന്നെങ്കിൽ ആസാഫ് 14-ാം 15-ാം വാക്യം കൊണ്ട് നിർത്തിയാൻ. എനിക്ക് ചോയ്സ് ഉള്ളായിരുന്നുകൊണ്ട് ഞാനും അവിടെ കൊണ്ട് നിർത്തി. കാരണം നല്ലൊരു സ്ഥാനത്ത് കൊണ്ട് നിർത്തിയേക്കാന്ന് വിചാരിച്ചു. ഹല്ലേലൂയ. എന്താണ്? കഷ്ടകാലത്തിനെ വിളിച്ചപേക്ഷിക്ക. ഹല്ലേലൂയ. എന്ത് ചെയ്യും? ഞാൻ നിന്നെ വിടുവിക്കും, നീ എന്നെ മഹത്വപ്പെടുത്തും. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വാക്യം അതാണ്. എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് അങ്ങനെ ആരോടും പ്രത്യേക ദാക്ഷിണ്യമൊന്നുമില്ല, മുഖപക്ഷങ്ങളൊന്നുമില്ല. ദൈവം പറയാനുള്ള എല്ലാം അതിൽ പറഞ്ഞായിട്ടാണ് അവസാനിപ്പിക്കുന്നത്. ബാക്കിയുള്ള ഭാഗം നിങ്ങൾ വായിച്ചാൽ മതി. സ്തോത്രം. ഹല്ലേലൂയ. ദൈവം അവിടെ നൈസിറ്റീസ് മാത്രം പറഞ്ഞ് അവിടെ നിർത്തുകയല്ല. ദൈവം ബാക്കി കാര്യങ്ങളോട് പറഞ്ഞു. എല്ലാ ഇസ്രായേലിൽ യാഗം കഴിക്കാൻ കടന്നു വരുന്ന എല്ലാവർക്കും ഒരുപോലെ ബാധകമാകുന്ന ദൈവിക ആരാധന ഇവിടെ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ എന്തൊക്കെയാണ് കഴിയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ഒന്നാമത്തെ കൂട്ടരാണ് ആദ്യത്തെ ചില വാക്യങ്ങളിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അത് ഇലീറ്റ് ക്ലാസ്. നല്ല ഭംഗിയായി, നമ്മളെ പോലെ ഭംഗിയായിട്ട് രാവിലെ ഒരുങ്ങി ഭംഗിയായിട്ട് നാം ആരാധന കടന്നു വരികയാണ്. പ്രാർത്ഥിക്കണം ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമ്മുടെ ഉടുപ്പൊന്നും ചൊടിയാതെ നാം ഭംഗിയായിട്ട് ദൈവസന്നിധിയിൽ കടന്നു വന്ന് ആരാധിക്കുകയാണ്. സ്തോത്രം. ആര് രാവിലെ ചെയർ പിടിച്ചിടും, ആര് കാര്യങ്ങൾ ചെയ്യും, ആര് ക്ലീൻ ചെയ്യും, ഇതൊന്നും നമുക്കറിയേണ്ട കാര്യങ്ങളില്ല, അല്ലേ? അങ്ങനല്ലേ? ആരാധനയ്ക്ക് വരുന്നത് എല്ലാവർക്കും അറിയാം. സ്തോത്രം. അനേക നാളുകളായി ശുശ്രൂഷ ചെയ്യുന്ന ഒരാളാണ് ഞാൻ. സ്തോത്രം. എല്ലാവർക്കും ഉണ്ട്, ആരെയും കുറ്റം പറയുവാനല്ല. എന്നാൽ നാം ഒരുങ്ങി ഭംഗിയായിട്ട് നാം അവിടെ കടന്നു വരും. സ്തോത്രം. എന്നിട്ട് നാം പറഞ്ഞു, എനിക്ക് കൊടുക്കാനുള്ളത് ഞാൻ കൊടുത്തു, ഞാൻ മടങ്ങിപ്പോവുകയാണ്. അവരോട് അങ്ങനെയുള്ള ആളുകളുണ്ടായിരുന്നു ഇസ്രായേലിൽ. പാപം, 2 പാപം കൂടി ചെയ്താലും എനിക്ക് ഇഷ്ടം പോലെ കാളുകളും ആടുകളും ഉണ്ട്, 2 കൂടെ യാഗം കഴിച്ചേക്കാം എന്ന് അവർ ചിന്തിച്ചു. ദൈവം അവരോട് പറയുകയാണ്, പർവ്വതങ്ങളിലെ 1000 ജന്തുക്കൾ എനിക്കുള്ളതാണ്, വയലിലെ മൃഗങ്ങൾ എനിക്കുള്ളതാണ്. എനിക്ക് വിശന്നാൽ ഞാൻ നിന്നോട് ചോദിക്കുകയില്ല. നിന്റെ ഒരു കാളയെ കൊണ്ട് തൃപ്തിപ്പെടുന്നവരല്ല ഞാൻ. നിന്റെ യാഗം കഴിക്കാതെ നിന്റെ യാഗം എനിക്ക് ആവശ്യമില്ല എന്ന് ഇസ്രായേലിനെ നോക്കി ദൈവം വിളിച്ചു പറയുവാൻ ആസാഫിന്റെ നാവിനെ ഉപയോഗിച്ചു. ഇന്നും ഈ ക്ലാസിനോട് ദൈവം പറയാനുള്ളത്, ഹല്ലേലൂയ, എന്നെയും നിങ്ങളെയും യാഗം കഴിക്കാതെ എന്റെയും നിങ്ങളുടെയും ആരാധന യാഗം ദൈവത്തിന് ആവശ്യമില്ല. കാരണം അവൻ ആരാധനയ്ക്ക് കുറവുള്ളവനല്ല. ദൂതന്മാർ അവനെ നിരന്തരമായി ആത്മപ്രദർശിച്ചുകൊണ്ട് സൈന്യങ്ങളുടെ ദൈവം യഹോവ പരിശുദ്ധൻ 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 എന്ന് ഒരു വിഘ്നം കൂടാതെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നു. എന്തിന്? IPC ഹെബ്രോനിൽ കൂടി വന്നിരിക്കുന്ന 437 എന്ന് നാം പറയുന്ന ചില എണ്ണം വെച്ചോ, ഈ പത്രത്തിലെ ആളുകളെ വെച്ചോ ഞാൻ പറയുന്നത്. ഇത്രയും പേരുടെ ആരാധന ദൈവം കേൾക്കാൻ വരണം. ദൈവമക്കളെ, അതല്ല. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ ഹൃദയം പകരുന്ന ഒരു ദൈവത്തിൽ എവിടെയുണ്ടോ അവൻ ഒറ്റയ്ക്കാണെങ്കിലും സ്വർഗ്ഗത്തിലെ മഹിമകൾ മാറ്റിവെച്ച് അവരുടെ ഹൃദയത്തിന് താല്പര്യം പറഞ്ഞുകൊണ്ട് ഞാൻ നിന്നെ അനുഗ്രഹിക്കാം, ഞാൻ നിന്നെ കടാക്ഷിക്കാം, ഞാൻ നിന്നോട് സംസാരിക്കാം, നീ എന്നെ അനുഗ്രഹവുമായി മടങ്ങിപ്പോക എന്ന് പറയുന്ന ഒരു ദൈവമാണ്. അതിനാണ് അവൻ ഇറങ്ങി വരുന്നത്. So he has an expectation in our sacrifices. യാഗത്തിൽ ദൈവത്തിന്റെ ആഗ്രഹം. അതുകൊണ്ട് പറയാണ്, ഭൂലോകത്തിന് നിറവ് എന്റേതാണ്. സ്തോത്രം. ഇലീറ്റ് ക്ലാസിനോട് ദൈവം സംസാരിച്ചു. സ്തോത്രം. രണ്ടാമത് സിൻസിയർ ക്ലാസ് ഉണ്ട്. അതാണ് നമ്മൾ വായിച്ചത്, നമ്മളെല്ലാവരും. സ്തോത്രം. നമ്മളെല്ലാവരും വായിച്ചതാണ്. നമുക്കിഷ്ടമുള്ളത് ദൈവത്തിന് സ്തോത്രയാഗം അർപ്പിക്കുക, അത്യുന്നതന് തന്നെ നേർച്ചകളെ കഴിക്കുക, കഷ്ടകാലത്ത് നീ വിളിച്ചപേക്ഷിക്കുക. നമ്മളെല്ലാം അല്ലേ അത്? സ്തോത്രം. ഹല്ലേലൂയ. നമ്മളോട് ദൈവത്തിന് പറയാനുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ തിരുത്താൻ വേണ്ടി, ഞാനും തിരുത്താൻ വേണ്ടിയാണ് ബാക്കിയുള്ള കാര്യങ്ങൾ പറയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ നിന്നെ വിടുവിക്കുകയും നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. ഹൃദയപരമാർത്ഥതയോട് ഹല്ലേലൂയ. ഭാരങ്ങളുടെ നടുവിൽ, വേദനകളുടെ നടുവിൽ, പ്രതികൂലമായ സാഹചര്യങ്ങളുടെ നടുവിൽ, പ്രതികൂലങ്ങളുടെ നടുവിൽ, വീട്ടിൽ നിന്ന് ഇറക്കിവിട്ട പരിഭവത്തിലൊക്കെ ദൈവത്തിൽ കടന്നു വന്ന ദൈവത്തെ ആരാധിച്ചപ്പോൾ ദൈവം പറയുകയാണ്, കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരവെല്ലാം കഴിഞ്ഞ നാളുകളിൽ ദൈവത്തിലെ എന്നെ